ഹായ് പറ ആദ്യം ഹായ് പറ ഹായ് പറ ഹായ് പറ ഹായ് പറ മുട്ടക്കറി ഉണ്ടാക്കാൻ പോകുന്നു പറഞ്ഞേ മുട്ടക്കറി ഉണ്ടാക്കാൻ പോകുന്നു ഹായ് പറ ഹായ് ഹായ് ഉറക്കെ പറ അവിടെ നോക്കി പറ അവിടെ നോക്കി പറ. ഇന്ന് രാവിലെ ഞങ്ങൾ കഴിക്കാനായിട്ട് ചപ്പാത്തി മുട്ടക്കറിയാണ് കേട്ടോ. ചപ്പാത്തി ഇപ്പോൾ രാവിലെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതേ മുട്ടക്കറി ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിനായിട്ട് ഒരു 4 സവാള, ചെറിയ സവാളിനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 തക്കാളിയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ വെളിച്ചെണ്ണ ഒഴിച്ചു. ആദ്യം തന്നെ കുറച്ച് വേപ്പില ഇട്ടതിന് ശേഷം സവാള ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. സവാള ഒന്ന് വഴന്നു വന്നപ്പോഴേക്കും അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് ഒരു 2 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി ഒന്ന് മൂത്ത് വന്നപ്പോഴേക്കും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതേ വെള്ളം ഒഴിച്ച് കൊടുക്കുവാണ്. വെള്ളം ഒഴിച്ച് ഒന്ന് തിളച്ച് വന്നപ്പോഴേക്കും മുട്ട ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ. എങ്ങനെയുണ്ട് പറ ഉണ്ടോ എരിവുണ്ടോ പറ കൊള്ളാമോ 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 കൈ തന്നെ ചൂടാ. അപ്പോൾ ഇത് ടേസ്റ്റ് വെക്കാനായിട്ട് പീലിമോള് വന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് കൈ കൊടുക്കാൻ പറഞ്ഞിട്ടോ. ഞാൻ നാക്കിൽ തൊട്ട് വെച്ച് കൊടുത്തപ്പോഴേക്കും കൈ കൊടുക്കാൻ പറയുകയാണ് കേട്ടോ. അപ്പം ഞാൻ കയ്യിലോട്ട് ഒഴിച്ചു കൊടുത്തു. കുറച്ചൊന്ന് കയ്യിലോട്ട് ഇറ്റിച്ചു കൊടുത്തു കേട്ടോ അതിൻ്റെ ചാറ്. അപ്പോൾ ഇത് അടുത്ത ആളും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അവനും ടേസ്റ്റ് നോക്കി. മുട്ട ഇട്ടിട്ടില്ല കേട്ടോ. ബാക്കി ഉപ്പും എരിവൊക്കെ കറക്റ്റാണെന്ന് നോക്കി. പീലിമോള് പറയുന്നുണ്ട് ഉപ്പുണ്ട് എരിവുണ്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുട്ടക്കറി ഇതേ മുട്ടയും കൂടി ഇട്ട് കഴിഞ്ഞാൽ മുട്ടക്കറി റെഡിയായി. അപ്പോൾ രാവിലെ മുട്ടക്കറിയും ചപ്പാത്തിയും കൂട്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ ബായ്. ചൂടുണ്ട് കേട്ടോ. അപ്പോൾ നീ മുട്ടയിടാം. മുട്ടക്കറി റെഡിയായി പറഞ്ഞു. അപ്പോൾ ടാറ്റ പറഞ്ഞു. ടാറ്റ ബൈ.